ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെക് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടി എറണാകുളം പോവുകയാണ്. എറണാകുളം എന്തിനാ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിന് വേണ്ടിയിട്ടാണ്. കൂടെ ഞങ്ങൾക്ക് കുറച്ചൊരു ട്രിപ്പ് ആവുമല്ലോ, ഒരു 1 ഡേ ട്രിപ്പ് പോലെ. അപ്പോൾ അദാലത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡിസ്ട്രിക്ട് കോർട്ടിലൂടെ എറണാകുളത്ത്. ഞങ്ങൾ തലേ ദിവസം തന്നെ ഐഷുവിൻ്റെ വീട് എത്തിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ട്രാവലിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ അടുത്ത് തന്നെ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് മെമ്മൂല് പോവാം. ഞങ്ങളൊരു 8:45 ട്രെയിൻ, ഒരു 8:15 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ കുറേ ടൈം ഉണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നു, കുറേ നേരം വീഡിയോസ് എടുത്തു, പാട്ട് കേട്ടു, അങ്ങനെ കുറേ സമയം ഉണ്ടായിരുന്നു. സംഭവം നമുക്ക് ഈ അദാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഈ എറണാകുളം പോകണമെന്നൊന്നുമില്ല. ഇനി ഈ അദാലത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചെറുതാക്കി ഒന്ന് പറഞ്ഞുതരാം. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആണ്. നമ്മുടെ ജഡ്ജ് യൂണിഫോം ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് നമ്മളെപ്പോലെ തന്നെ കാഷ്വലായിരുന്ന് ഒരു ചെറിയൊരു രീതിയിൽ നമുക്കൊരു സെറ്റിലാക്കി കൊടുക്കും. ചിലപ്പോൾ പാവപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ അവർക്ക് പറ്റുന്ന കോടതി ഒരു ചെറിയ രീതിയിൽ അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ മെമു എത്തി. ഞങ്ങൾ മെമു കയറി. ഒട്ടും സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇവരെന്തൊക്കെയോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങളിതാ മെമുവിൽ സ്റ്റാർട്ട് ചെയ്തു ജേണി. കുറേ നേരം ഞങ്ങൾ സീറ്റ് ഇട്ടായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നു. ഐഷു റമി ഈ സൈഡിലാണെങ്കിൽ ഞങ്ങൾ ഒരു അപ്പുറത്തെ സൈഡിലായിരുന്നു. പിന്നെ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇരുന്നാണ് ഞാനാട്ടോ സീറ്റ് കിട്ടിയത്. എനിക്ക് എന്തൊക്കെയൊക്കെയോ ഇതിൽ വീഡിയോസിൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങളിതാ അങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ കഴുത്ത് നല്ല വേദന ഉള്ളതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 11 മണി 11:15 ആകുമ്പോഴേക്കും ഞങ്ങളങ്ങനെ എറണാകുളം എത്തി. അത് കഴിഞ്ഞ് നടക്കുകയാണ്. ഒരു ധൃതിയായിരുന്നു. പിന്നെ വേഗം കോടതി എത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ കോടതി എത്തി. അവിടുത്തെ വിഷ്വൽസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി നമ്മളിത് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ആദ്യമേ നമ്മൾ പോയത് ബ്രോഡ്വേയിലായിരുന്നു. ഐഷു മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങളൊന്നും അങ്ങനെ ബ്രോഡ്വേ പോയിട്ടില്ല. സോ അവിടുന്ന് നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ നടത്താൻ വിചാരിച്ചു. പിന്നെ ട്രിപ്പ് വരികയാണല്ലോ, എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഒരു ഷാജ ഷേക്കോ ജ്യൂസോ എന്തൊക്കെയോ കഴിക്കാനൊക്കെ വാങ്ങി. സമൂസ അടിപൊളിയായിരുന്നു, ബാക്കിയൊന്നും അത്ര ടേസ്റ്റ് നടന്നില്ല. ഷേക്കും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നടത്താൻ തുടങ്ങി. അനീറ്റയുടെ വാച്ചൊക്കെ ശരിയാക്കണം, അതൊക്കെ ശരിയാക്കി. പിന്നെ റമി സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അത് വാങ്ങി. ഐഷും റമി അനീറ്റ അതൊക്കെ കഴിച്ചു. അവിടുന്ന് നമ്മൾ ബാഗോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നേരെ സെൻട്രൽ സ്ക്വയർ മോളിൽ പോവാണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞാനായിരുന്നു ഈ മോൾ സജസ്റ്റ് ചെയ്തത്. കാരണം ഞാൻ ഒരു വട്ടം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഹൊററിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാകും. സോ അത് ഇപ്രാവശ്യം കാണാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ തേരാ പാര ഞങ്ങൾ നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ലിപ്സ്റ്റിക്സോ എന്തൊക്കെയൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് പോയി. കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അതിനൊന്നും വിശ്വസിച്ച് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ചു ഷെഫ് പിള്ളയിൽ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന്. ഞാൻ ഇതുവരെ ഷെഫ് പിള്ളയിൽ പോയിട്ടില്ല. ഏട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അടിപൊളിയാണ്. സോ അവിടെ പോയി നല്ല വെള്ളപ്പവും നെയ്മീൻ കറിയും കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് ചോറും തൈരൊക്കെ കൂട്ടി ഞങ്ങൾ നന്നായി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. ഇതിന് മുന്നേ ഞാനൊരു അൽഫാം ഷവർമയൊക്കെ കഴിച്ചിട്ടായിരിക്കുന്നത്. അതിൻ്റെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫുഡ്. സൂപ്പറായിരുന്നു. പക്ഷെ എന്താണ്ടായെന്ന് വെച്ചാൽ ആദ്യം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ തോന്നിക്കറിയില്ല. മേ ബി അവിടുത്തെ സ്പെഷ്യാലിറ്റി അങ്ങനെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇച്ചിരി ഉപ്പൊക്കെ ആഡ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ റമി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് മെമു കയറിയിട്ട് ഞങ്ങൾ 3 പേര് മാത്രമേ പിന്നെ കൊച്ചിയിലുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവൾ അങ്ങനെ പോയി. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ നടന്നു. ഞങ്ങൾക്ക് ഈവനിങ് ആയിരുന്നു ട്രെയിൻ. സോ ഞങ്ങളിങ്ങനെ നടന്നു. ഇനി അല്പം സ്വീറ്റ് ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ അല്പം സ്വീറ്റ് ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി. ആദ്യം വാങ്ങിയത് വേഫിൾസ് ആയിരുന്നു. സോ വേഫിൾ സ്ട്രോബെറിയുടെ എന്തോ ഒരു വേഫിളായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കഴിക്കാൻ പോകുന്നത് ബ്രൗണിയാണ്. നല്ല കിറുങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല മധുരം നമ്മൾ അടിച്ച് കയറ്റിയുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ നോക്കാൻ പോയി. ഞാനും ഒരു ടോപ്പൊക്കെ എടുത്തു. പിന്നെ ഐഷുവിൻ്റെ അച്ഛനും അമ്മയും വെഡിങ് ആനിവേഴ്സറിയായിട്ട് അവൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയായിരുന്നു. സോ അങ്ങനെയൊക്കെ കുറേ നോക്കി. അവിടെ നിന്ന് ഇച്ചിരിയൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ നേരെ പോവാണ്. നമ്മുടെ ടൈമായി. ഞങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ കിട്ടി. സീറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ മാറി ഇരിക്കലായിരുന്നു. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു. ഈ ഒരു ട്രെയിൻ യാത്ര ഞങ്ങൾ നന്നായി മെമ്മറി ആയി വെക്കുന്നൊരു യാത്ര. അങ്ങനെ ക്ലാസ് നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീട്ടിൽ വന്ന് ഞങ്ങളിൻ്റെ വീഡിയോസ് എടുക്കുന്നില്ല. നല്ലൊരു ഡേ ആയിരുന്നു. റവി തിരിച്ച് വീട്ടിൽ പോയി. ഞങ്ങൾ തിരിച്ച് ഐശ്വര്യ വീട്ടിൽ പോവാണ്. സോ ഈ വീഡിയോ സൂൺ നിങ്ങൾ കാണുന്നത്. ബൈ ഗൈസ്. ബൈ.